വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നും പറയാം. ഇന്ന് നമ്മൾ നേരെ ഇപ്പോൾ തന്നെ ഡാൻസിനുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ യൂണിഫോമാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ യൂണിഫോം എന്തായാലും നിങ്ങളുടെ ബാക്കൊക്കെ സെയിമാണ്. ഞാൻ അമ്മേനെ കൊണ്ടാവുന്നു നിങ്ങൾക്ക് കാണിപ്പിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ യൂണിഫോം. നമ്മൾ പെയർ ചെയ്യിക്കുന്നത് ഒരു 3/4 ജീൻസ് ആണ്. കണ്ടോ, 3/4 ജീൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ ബാക്ക്. അപ്പം ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷെ മറ്റേ ബ്ലൂവിൻ്റെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല രീതിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് പച്ച നല്ല വാവും ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ പോവാണ്. ഇന്ന് എനിക്ക് ഫോട്ടോഷൂട്ട് ഉണ്ട്. നമ്മളുടെ സർപ്രൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് തീർച്ചയായും പറയുന്നതായിരിക്കും. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നതായിരിക്കും. ഇപ്പം പറയുന്നില്ല, ഞാൻ പറയട്ടെ അമ്മ ഇപ്പോൾ. വേണ്ട, ഞാൻ അപ്പോൾ പറയാം. ഓക്കെ, നമ്മൾ ഇനി എന്തായാലും അങ്ങ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കണം. ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇവിടെ വന്നിട്ടുണ്ട്. വാവയും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വാവയ്ക്ക് ടാറ്റ ഒക്കെ കൊടുത്തു. ചില ദിവസം ഇറങ്ങുമ്പോൾ വണ്ടി എടുക്കാൻ ഭയങ്കര പാടാ. അമ്മ വേണ്ടി ഇവിടെ തട്ടുണ്ടോന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. ചില ദിവസം അമ്മ പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര പാടാണെന്നൊക്കെ. ചില ദിവസം ഭയങ്കര പാടാണെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അങ്ങ് സ്കൂട്ടറൊക്കെ കൊണ്ട് വെച്ചതാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഭയങ്കര ഹോണടിയൊക്കെയാണ്. ഈ ഒരു റോഡിൽ ഭയങ്കര ഹോണടിയാ. ഇത് കാരണം ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോണടി ഉണ്ട്. കണ്ട അമ്മ, അടിച്ച് അതല്ല, ഓരോ വളവില് ഹോൺ അടിക്കണം. ഇവിടെ അടുപ്പിച്ച് 2 ഹോണാണ്. അവിടുന്ന് വരുമ്പോ നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കാം. അമ്മ ഇപ്പൊ അടിച്ചിട്ടില്ലെന്നേ ഉള്ളു ആ ഹോണ്. അവിടുന്ന് വരുമ്പോ ഒരു ഹോണുണ്ട്, പിന്നെ ഇവിടെ എത്തുമ്പോ ഒരു ഹോണുണ്ട്. അടുപ്പിച്ച് 2 ഹോണാണ് കേട്ടോ. ഹോണടിച്ചത് കേട്ട് ഒരുമാതിരിയാ. എല്ലാവിധ ഹോണും ഹോണിന്റെ സൗണ്ട് എനിക്കറിയാം. ഇവിടുന്ന് 2 ഹോൺ അടുപ്പിച്ചൊക്കെയാണ് ഇവർ അടിക്കുന്നത്. അത് തന്നെ ഭയങ്കര ഇവിടെ എത്തുമ്പോൾ, നമ്മുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു വളവാണ്. അത് ഇങ്ങനെ അടുപ്പിച്ച് 2 വളവാണ്. ആ വളവിൽ ഇങ്ങനെ, ഈ വളവല്ല കേട്ടോ, അങ്ങനെ 2 ഒരു വളവുണ്ട്. ആ വളവിൽ ഭയങ്കര ഇതാണ്. 11:30 തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ മേക്കപ്പിന് 9:44 ആയിട്ടുണ്ട്. നമ്മൾക്കിനി 10 o'clockനാണ് ഡാൻസ് ക്ലാസ് കേട്ടോ. ഓക്കെ അമ്മ, അപ്പം 1 hour പോലും ആവൂലല്ലോ. 1.5 hour ആണ് ക്ലാസ്. 10 to 11:30. ഓക്കെ, അപ്പോൾ 11:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. നാളെ അമ്മയ്ക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. നാളെ അപ്പം അമ്മ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട്, ഡാൻസ് ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മ പോവും. പിന്നെ മാസ്റ്റർ വിളിക്കുമ്പോൾ അമ്മ വരും. അങ്ങനെയാണ് സൺഡേ. ഇപ്പൊ തന്നെ ഈ വീഡിയോയിൽ തന്നെ കുറെ ഹോണടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് കയറുന്ന വരെ കുറച്ച് ഹോണടി ഉണ്ട് കേട്ടോ. ഈ ഒരു റോഡില് നമ്മളിപ്പം ഇവിടുന്ന് കയറാൻ വിചാരിച്ചു. മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ തൊട്ട് കുറേ ഹോണടി ഉണ്ട്. അപ്പൊ നിങ്ങളൊരു 5 കാണും, 5 കൂടുതലും കാണും. എനിക്കറിയത്തില്ല, നമുക്ക് എണ്ണം. നമ്മളിപ്പോൾ നേടാ മെയിൻ റോഡിൽ എങ്ങനെയൊക്കെയോ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കയറുന്നതാണ് പാട്. കാരണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കുകയാണ്. കുറേ നാളായിട്ട് റോഡ് പണി നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കൊല്ലം ജില്ലയിലെ പകുതി ഇല്ലേ,
കൊല്ലം ജില്ലയിലെ ആ ഒരു നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൊല്ലം ഫുള്ളായിട്ട് ഭയങ്കര പണിയൊക്കെ നടക്കുകയാണ്. കൊല്ലം റോഡിൽ ഇങ്ങനെ ഭയങ്കര ഇതായി ബസ്സിൽ പോണ പിള്ളേര് നോക്കിയിട്ട് ചിരിക്കേ കൊച്ചെന്താ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുന്നേ. നമ്മുടെ ഈ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മീൻസ് എന്താ ഫീവർ, സ്റ്റമക്ക് പെയിൻ, ചെസ്റ്റ് പെയിൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ റോഡിൽ കൂടെ വരുമ്പോൾ ഇവിടക്കൊക്കെ കടന്ന് കുരുങ്ങി എൻ്റെ അമ്മ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിൽ, വേറെ ഏതൊക്കെയോ യൂട്യൂബേഴ്സ് കണ്ടിട്ടുണ്ട്, നമ്മൾ കൊല്ലം റോഡ് ടച്ച് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര പണിയൊക്കെ നടന്ന് കുരുക്കായിരുന്നു. സത്യമാണ് ഫ്രണ്ട്സ്, ഇവിടെ ഫുള്ള് പണി നടക്കുകയാണ്. ഈ വർഷം തോന്നുന്നു ഇത്രയും ഇതാക്കിയത്. നല്ല കണ്ട ഇങ്ങനെയാണ് ഇവിടുത്തെ കുലുക്കം. കാഷ്യൂ ഫാക്ടറി ഉണ്ട്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അന്ന് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതാണ് നമ്മുടെ കാഷ്യൂ ഫാക്ടറി. ഇതാണ്ട് കണ്ടോ, നമ്മുടെ കൊല്ലത്തെ കാഷ്യൂ ഫാക്ടറിയാണ് ഇത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ വീടിന്റെ കുറച്ച് സൈഡിലായിട്ടും ഒരു കാഷ്യൂ ഫാക്ടറി ഉണ്ട്. കൊല്ലത്ത് കുറെ കാഷ്യൂ ഫാക്ടറി ഉണ്ട്. കൊല്ലത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് കാഷ്യൂസ് ഓരോ ജില്ലയിലും പോകുന്നത്. എൻ്റെ ഒരു കൊല്ലത്തുനിന്ന് കൊല്ലം ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പുണ്ട്, കൊല്ലത്തെ കശുവണ്ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ വണ്ടി ടയർ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഈ ടയറിന്റെ കാര്യമൊക്കെ. ഞാൻ എൻ്റെ രീതിയിൽ കാണിച്ചതന്നേ ഉള്ളൂ. ഫ്രണ്ട്സ് ഇതില് സത്യം പറഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്, വെറുതെ എൻ്റെ ഒരു സമ്മാനത്തിന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഡാൻസ് ക്ലാസ് എത്താറായിട്ടുണ്ട് കേട്ടോ. കടവൂർ ആവാനായി. അത് നമുക്ക് എന്തായാലും ഇനി ഡാൻസ് ക്ലാസ് എത്തിയിട്ട് കാണാം. ഞാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പാലം ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മുടെ ആകാശം നല്ല രസമില്ലേ? എനിക്ക് നേരിട്ട് നമ്മൾ അല്ലാതെ കാണുമ്പോഴത്തേക്കിന് ഇത് കാണാൻ പറ്റൂല. പക്ഷെ ഈ വീഡിയോ സൺഗ്ലാസ് എന്തേലും നല്ല വെയിലടിക്കുന്നുണ്ട്, എന്തേലും വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് സൺസെറ്റ് ഇല്ല, ഈ ആകാശം കാണാൻ പറ്റും. എങ്ങനുണ്ട്? കണ്ടോ, ഞാൻ ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ആകാശം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് പേർപ്പിൾ ആയതുകൊണ്ട് പേർപ്പിൾ കളറില് ഇത് പേർപ്പിൾ കളറിലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? ഇതിനൊക്കെ എന്നെ കൊണ്ടല്ലേ പറ്റുള്ളൂ. നല്ല സൗണ്ട് കിട്ടും. ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും മൈക്ക് വെക്കുന്നതായിരിക്കും, നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ട് കൊള്ളാമെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യണമേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാമേ. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഞാനില്ലേ ഇപ്പം ഞാൻ രാത്രി ഫ്രണ്ട്സ് വേണ്ടേ, ഇതാണ് നമ്മളുടെ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ ചില സമയത്ത് വിചാരിച്ചത് എനിക്ക് ആകാശത്ത് തൊടാൻ പറ്റിയത് തന്നെ. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഞാൻ ഇപ്പൊ രാത്രി വെച്ച് കഴിഞ്ഞാൽ അമ്മ ഡ്രൈവ് ചെയ്യായിരിക്കും, ട്രിവാൻഡ്രത്ത് സീരിയലിൽ ഷൂട്ടുള്ളപ്പോൾ അമ്മ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. ബാക്കിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കിടക്കും,
ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ പോന് കൊടുക്കത്തെ വെയില്. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുമ്പോ അവിടെ ഭയങ്കര വെയില്. ഇപ്പുറത്തും ഇങ്ങനെ മാറി ഞാൻ എപ്പോഴും കിടക്കാം. ഇതാണ് ഇപ്പോഴത്തെ കുഴപ്പം. ഞാൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു. ഞാൻ ഇത് വെച്ച് അപ്പത്തേന് വെയിലങ്ങ് മാറി. പിന്നെ ഞാൻ ഇതൊരു വെയിൽ വെച്ച്. ഇതാണ് എൻ്റെ കുഴപ്പം. നീ ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കടവൂര് പാലം അടുത്ത് തരാമേ. ഞാൻ മറന്നുപോയി. അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തത് ആ ഭാഗത്താണ്. ഇപ്പൊ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. ഈ സൈഡ് കൊള്ളാം. എന്നെ കാണിക്കല്ലേ? കണ്ടോ ആ വണ്ടിയൊന്നും വരുന്നില്ല. നല്ല ഭംഗിയുണ്ട്. രസമുണ്ട് കേട്ടോ. ഒരുപാട് എനിക്കിഷ്ടമായേ. നിങ്ങൾക്ക് എനിക്ക് എപ്പോഴും ഇതെന്നെ ഫോളോ ചെയ്ത് വരുന്ന പോലെ ഈ ആകാശം തോന്നിയിട്ടുള്ളത്. അതെന്താ ശരിക്കും നമ്മുടെ കൂടെ വരുന്നതാ, കൂട്ട് വരുന്നതാ. എന്തിന്? ഒറ്റയ്ക്ക് പോകുന്നതല്ലേ, അപ്പൊ കൂടെ വരാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ അത് ഒറ്റയ്ക്കല്ലേ? അത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അതിനൊരു ഫാമിലി വേണം തോന്നിക്കണം. അത് ഒറ്റയ്ക്കല്ലല്ലോ, അതിന്റെ കൂടെ എത്ര ക്ലൗഡ്സാ ഉള്ളത്. 100 എണ്ണമൊന്നും അല്ലായിരിക്കും, 1000 കൂടുതൽ വേണം ഫ്രണ്ട് ഒരെണ്ണത്തിൽ തന്നെ. ഓരോ കുഞ്ഞുമണ്ടികളെങ്കിൽ ആ ഫ്രണ്ട്സ് പാരൊക്കെ കഴിഞ്ഞിട്ടോ. ഇത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ, ഈ ആകാശം കാണിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ എത്തണത് വരെ ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ നേരിട്ട് ഇതിലും ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും ക്ലിയർ ആയിട്ടൊന്നുമല്ല, എന്തോ സൂപ്പറായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി എന്നാണോ അടയ്ക്കാൻ പോകുന്നത്? ഇവിടെയൊക്കെ അടച്ചാ പിന്നെ അയ്യോ, ഇവിടെ അടച്ചപ്പോ പറഞ്ഞിട്ടില്ല. അയ്യോ, അവിടെ അടച്ചു. ഓ ഷിറ്റ് യാർ, ഇനി അങ്ങ് പോയിട്ട് തിരിഞ്ഞു വരണം. ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെയൊക്കെ അടച്ചു കഴിഞ്ഞാൽ. നമുക്ക് ഭയങ്കര ടൈമിങ്. ഇനി എന്ത് ചെയ്യും? 56 ആയിട്ടുണ്ട് കേട്ടോ. 50. അല്ല, ഇനി അങ്ങ് പോയിട്ട് തിരിയാൻ പറ്റും, ഇവിടെ നിന്ന് എങ്ങും തിരിയാൻ പറ്റത്തില്ല. ആണേ 10 ഓടിക്കാണ് കേട്ടോ. അയ്യോടാ, നോക്ക് മക്കളെ, നോക്കി. എന്റെ ഇനി അമ്മ ഇവിടെ നിന്ന് പോയിട്ട് അമ്മ തിരിഞ്ഞു. അറിയത്തില്ല ഇവിടെ എവിടുന്ന് തിരിയാ, നമ്മൾ പോയി നോക്കാന്നേ ഉള്ളു. അത് ശരി. ഇപ്പൊ ഞാൻ അത് വെച്ചതേ ഉള്ളു, അപ്പത്തേനും പൊടി വെയില്. കോപ്പിറൈറ്റ് അടിക്കുമോ? അമ്മയ്ക്ക് ഭയങ്കര ടൈമിങ് അല്ലേ എപ്പോഴും. ഓ എന്റെ പൊന്നേ ഫ്രണ്ട്സ്, 58 ആയിട്ടോ. 2 മിനിറ്റ്സിൽ നമ്മൾ എത്തൂല, ഒരു 5 മിനിറ്റ്സ് എടുക്കും. റോഡ് ഇങ്ങനെ കിടക്കും. 2 മിനിറ്റ്സിലൊന്നും നമ്മളെ കൊണ്ടെത്താൻ പറ്റില്ല. അറിയില്ല, എന്തായാലും 10:15 ആവും സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു, അറിയില്ല. ഓരോരുത്തര് വരുന്ന കുട്ടികളെ അങ്ങ് പഠിപ്പിച്ചു തുടങ്ങും തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുമ്പോ തൊട്ട് പഠിപ്പിച്ചു തുടങ്ങും. പഠിപ്പിച്ച് വരുന്നവര് വരെ. ദൂരമാണൊരു പ്രശ്നം, നല്ല ദൂരമുണ്ട്. വീട്ടിൽ നിന്ന് 8-9 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നല്ലേടാ? ഇവിടെ കുറച്ച് 8 or 9 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ക്ലിനിക്ക് ഇവിടെ കണ്ട, ഇവിടെ നകത്തോട്ട് ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? ക്ലിനിക്കിന്റെ ബോർഡ് വെച്ചിട്ട് ഇവിടെ നമ്മള് അല്ലാതെ വരുമ്പോഴത്തേനും ഇത്രയും ദൂരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അവിടുന്നേ കയറായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ദൂരാണ്, ഇവിടുന്ന് കയറാൻ പറ്റൂല. ഇവിടുന്ന് കേറാൻ പറ്റൂല ഫ്രണ്ട്സ്, അതാണ് പ്രശ്നം.
അപ്പൊ പറഞ്ഞ് തീർന്നിട്ടില്ല. ഓ ഇവിടൊക്കെ അടച്ചതിന് എന്താ ചെയ്യുന്ന പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാൻ ഒരു സമ്മതിച്ചില്ല. അപ്പൊ തന്നെ അമ്മ തിരിഞ്ഞു നോക്കി അടച്ചു. ഓ ഫ്രണ്ട്സ്, അപ്പൊ നമുക്കിനി എന്തായാലും അവിടെ എത്തിയിട്ടാണ്. കഴിഞ്ഞോ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഡാൻസൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ സമയം 11:31. അപ്പൊ നമ്മൾ ഇനി എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നു. സോറി, ഇത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലാണ് കേട്ടോ പോണത്. ഓക്കെ, നമുക്കിനി പോയിട്ട് നമ്മൾ കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഷൂട്ടിന് പോകുന്നു. ഷൂട്ടുണ്ട്. ഇന്നത്തെ ഷൂട്ട് ബീച്ച് ഓർക്കിഡിലാണ്. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് കാണാമേ. നമുക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എൻ്റെ വീട്ടിൽ വന്ന് കുളിച്ചു ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി നമ്മളിപ്പോൾ ഷൂട്ടിന് പോകാൻ പോവുകയാണ് കേട്ടോ. അത് തന്നെ മേക്കോറൊക്കെ ചെയ്യണം. ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് പോകണം. ബീച്ച് ഓർക്കിഡിലാണ് ഷൂട്ട്. അപ്പോൾ നമ്മൾ അത് ഒരു അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതിനും എല്ലാവർക്കും ബൈ.